ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു കിച്ചടിയുടെ കേട്ടോ. നമുക്ക് മാംഗോ ക്യാരറ്റ് കിച്ചടി. മാങ്ങായും ക്യാരറ്റും ഒക്കെ നീളത്തിലിങ്ങനെ അരിഞ്ഞ് അതിലേക്ക് തൈര്, പിന്നെ കുറച്ച് ഫിനിഗ്രിക് പൗഡർ, ക്യുമിൻ പൗഡർ ഇട്ട് കേട്ടോ. ഇത് മൂന്നും ചേർത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇതിന് മൂന്നിൻ്റെ കൂടെ കോമ്പിനേഷൻ ഈ തൈരിനകത്ത് വരുമ്പോൾ അടിപൊളിയാണ്. മാംഗോ ക്യാരറ്റ് കിച്ചടി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി മാങ്ങയും ക്യാരറ്റും അതിന് ആദ്യം ചെറുതായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ലേ, മാങ്ങായും ക്യാരറ്റും ഒക്കെ അരിഞ്ഞിട്ട് ഒരു സാലഡ് പോലെ കഴിക്കുന്നത്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു കിച്ചടി ആക്കിയാലും കൊള്ളായിരിക്കും അല്ലേ. മാങ്ങായും ക്യാരറ്റും ഉണ്ടാക്കിയ കിച്ചടി. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് സാലഡിൽ ഉണ്ടാക്കുമ്പോൾ വെരി തിന്നായിട്ട് അവർ ആ സ്ലൈസ് ചെയ്യുന്നു കേട്ടോ, ക്യാരറ്റും മാങ്ങായും. അപ്പോൾ അതേപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. മാങ്ങ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചു. അതിലിങ്ങനെ അവർ സാലഡ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും വേണ്ട ഈ ഇത്രയും ലോങ് ആയിട്ടാണ് അത് കണ്ടിച്ച് വെക്കണം കേട്ടോ. ഇത്രയും ലെങ്ത് വൈസിൽ അവർ കട്ട് ചെയ്യുന്ന കാണാം. പക്ഷെ ഞാനിത് ഇതിൻ്റെ ഹാഫ് ഇങ്ങനെ ഹാഫ് ആക്കിയിട്ട് ഇതുപോലത്തെ സ്ലൈസ്, ചെറിയ തിൻ സ്ലൈസസ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റും അതുപോലെ ഒത്തിരി നീളം വേണ്ട കേട്ടോ, ഇതേപോലത്തെ നീളം മതി. സാലഡ് ആകുമ്പോൾ കുറച്ചുകൂടി നീളത്തിൽ നമുക്കിടാം. കിച്ചടി ആകുമ്പോൾ ഒത്തിരി നീളം വേണ്ട. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഹാഫ് സൈസ് കേട്ടോ, ഈ പീസിൻ്റെ ഒരു ഹാഫ് സൈസ് ആ ലെങ്ത്തിൽ മാങ്ങയും ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഉണ്ടോ ഇത് ഗ്രീൻ ചില്ലി, ഞാനൊരു 3 ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് എടുക്കുക. ഇതിന് യൂസ് ചെയ്യുന്ന മസാലകളെന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടി ഞാനൊരു 3/4 ടീസ്പൂൺ എടുത്ത് വെച്ചു. 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ജീരകം ക്യുമിൻ പൗഡർ, പിന്നെ കായം, ഓക്കെ, 2 പിഞ്ച് ഉലുവാപ്പൊടി ഫിനിഗ്രിക് പൗഡർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മസാലകൾ ഇതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം കടുക് വറുത്തിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് വറുത്തിട്ടാണ് ഞാൻ ഈ വെജിറ്റബിളൊക്കെ ഇടുന്നത്. ഇപ്പോൾ തൈര് കടുക് വറുക്കാൻ വേണ്ടി കടുകും മുളകും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് മുളക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അതൊന്ന് വറുത്ത് വന്നിട്ട് നമുക്ക് ഗ്രീൻ ചില്ലിയും കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം പൊട്ടി വരുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതില്ലേ ഗ്രീൻ ചില്ലി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറി ലീഫ് ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചു. പക്ഷേ ഇനിയിപ്പോൾ പൊടികളൊക്കെ ഇരുന്നുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ എടുത്ത് വെച്ച പൊടികളില്ല അതതിനകത്ത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചേക്കുവാണേ. ആ പൊടികളിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കേട്ടോ, ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ക്യാരറ്റും ആ മസാല എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി എടുക്കുക. അപ്പം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചേക്കട്ടെ, ലോ ഫ്ലെയിമിലാണ്. എന്നുവെച്ചാൽ ഇനിയിപ്പം ഈ പൊടികളൊന്നും കരിയല്ലേ കേട്ടോ. നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും, കരിയുണ്ട്. ഇതൊക്കെ തിന്നായിട്ട് ഒഴിച്ചിരിക്കുന്നുണ്ട്, വേഗത്തിൽ കുക്ക് ചെയ്ത് വരും. ഒരിത്തിരി സാൾട്ട്, ക്യാരറ്റ് ഇട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെച്ചെടുക്കാം. ചൂട് ഉപ്പിട്ട് കൊടുക്കാം. തിന്നായിട്ട് അരിഞ്ഞിരിക്കുന്നുണ്ട്. ഒത്തിരി സമയമുണ്ടെങ്കിലൊന്നും കുക്ക് ചെയ്ത് വരാം. ഇത്രയും എടുത്ത് നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം, കുക്ക് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടോ. എനിവേ ഒരു 4 മിനിറ്റ് ഇതെല്ലാം കൂടെ ഇളക്കിയെടുത്ത് ഇതിപ്പോൾ കുക്ക് ചെയ്ത് വന്നിട്ട് ഞാനിപ്പോൾ ഓഫ് ചെയ്യാൻ പോവാം. എടുത്ത് പറയുവാണ്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പൊടികൾ ഇട്ടിട്ടാണ് ഇതെല്ലാം ഇട്ടത്. അതുകൊണ്ട് എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ കേട്ടോ. 4 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്ത് ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആറുമ്പോൾ തൈരൊക്കെ ഒഴിച്ചു കൊടുത്തെടുക്കാം. ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കിച്ചടി ഒത്തിരി ഇങ്ങനെ കട്ടിയാവണമെന്നില്ല കേട്ടോ. കട്ടിയുള്ള തൈര് കുറച്ച് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒഴിക്കുക. അപ്പോൾ ആവശ്യത്തിന് തൈരും ഉപ്പും ചേർത്ത് ഇളക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഉണ്ടാവും കിച്ചടി റെഡി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.